വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ നമ്മള് സെക്കൻഡ് ഹൈവേക്ക് പോവാണ്. ജനുവരി 30 ഫ്രൈഡേ. 10 മണിന് കയറാനുള്ളത് 7 മണിക്ക്. ഞാൻ ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് നടക്കൂല. 3:30 തൊട്ട് 10 മണി വരെ ഒന്നും നടക്കൂല. ഈ 7 മണിക്ക് ഡിന്നർ നമ്മൾ 7 മണിക്ക് പോകും. എല്ലാവർക്കും കഞ്ഞി പയർ അച്ചാറ് ഹോസ്റ്റലിൽ റെഡിയാണെന്ന് പറഞ്ഞ് പോയി കഴിക്കാം. അതിനടുത്ത് വെച്ച് കാണാം. എന്താണ് എക്സ്പെക്ടേഷൻ? 3:45 വരണം. 3:30 ആകുമ്പോൾ വരണം. ഞങ്ങൾക്ക് ഇന്നലെയാണ് സീരീസ് എക്സാം കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നു. നാളെ ഞങ്ങൾ ഐവിക്ക് പോവാം. എക്സാം ഒക്കെ കഴിഞ്ഞ് ക്ഷീണം നാളെ വേണം. അതെ, ഒരു എൻജോയ്മെന്റ് ചെയ്യാനുള്ളൊരു ക്ഷീണം പോയിട്ട് വരുമ്പോൾ മാർക്ക്. ഐവിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ നല്ലതായിട്ട് പറയണം. ഐവിയെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ. നാളെയാണ് അടുത്ത ഐവി, ഞങ്ങളുടെ സെക്കൻഡ് ഐവി. ഞങ്ങൾ വർക്കലയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്, തിരുവനന്തപുരം. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഡീന്റെ അടുത്ത് വരെ എത്തി. ബാക്കി എല്ലാവരും ഒപ്പിട്ട് തന്നു. ഡീൻ വർക്കല വെട്ടിക്കളഞ്ഞിട്ട് പൊക്കോളം ഐവി. അത് നമ്മുടെ പ്ലാൻ ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ നമ്മള് എന്താണെങ്കിലും പോയേ പറ്റൂ എന്നുള്ളൊരു ഇതിൽ നിന്നു. അതുകൊണ്ട് വർക്കല പോയില്ലെങ്കിലും ഐവിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനാണ്. സോ അതുകൊണ്ട് നമ്മൾ പോകുന്നു. ISROയിലാണ് നമ്മുടെ ഐവി. സോ മൊത്തത്തിൽ പ്ലാനൊക്കെ കേട്ടതൊന്നും ഒരു പൊട്ട ഐഡിയ ആണ്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ ബസ്സിലൊക്കെ അതെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മള് ബസ്സിലൊക്കെ നല്ല അടിപൊളിയാണെങ്കിൽ അടിപൊളി ഐവി ആയിരിക്കും. അല്ലെങ്കിൽ ബസ്സിലായിരിക്കും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പെക്ടിങ് എ വെരി ഗുഡ് ഐവി. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാൻ എല്ലാം പറഞ്ഞല്ലേ. ഞങ്ങളോടാണ് ചോദിച്ചത്. എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. പക്ഷെ എന്നതാ, നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് പോയാൽ ആ കൂടുതൽ ഇത് കിട്ടത്തില്ല. ലാസ്റ്റ് ഐവി അങ്ങനെയായിരുന്നു. എക്സ്പെക്ടേഷൻ വലിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് സോ ഗുഡ്. സോ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം പാറ്റേൺ ദിസ് ടൈം. നോ എക്സ്പെക്ടേഷൻ. ഹായ് ഓൾ. അപ്പോൾ ഇന്നാണ് നമ്മൾ ഐവിക്ക് പോകുന്നത്. ഇപ്പം ടൈം 2:36. 3:30 നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം. സോ റെഡി ആയിട്ടാണോ? ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സൺസ്ക്രീൻ ഇടണം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തോ? അതെ, അങ്ങനെ സൺസ്ക്രീൻ ഇടുന്നത്. ഞാൻ ഇങ്ങനെ ഇവിടെ 3 വര വയ്ക്കും. ഇവിടെ 3 വര വയ്ക്കും. സോ നമ്മൾ നെക്സ്റ്റ് ഐലൈനർ എഴുതാൻ പോവാണ്. ആസ് യൂഷ്വൽ 2 കണ്ണും 2ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. മുടി ചെയ്യണം. എൻ്റെ മുടി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി നമ്മൾ കുറച്ച് ലിപ് ബാം ഇടണം. ഇതാരിത് ഗൈസ്? അതേ മരിയ എണീറ്റ് വന്നിട്ടുണ്ട് പതിയെ. പിന്നുള്ളത് നിങ്ങൾ പറയൂ. പോയി റെഡിയാവടി. നമ്മൾ കുറച്ച് ലിപ് ബാം ഇടുവാണ്. നമ്മൾ ലിപ്സ്റ്റിക് അയ്യോ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഐവി ഒക്കെ വരണം, നല്ലൊരു വ്ളോഗൊക്കെ കിട്ടണമെങ്കിൽ. ഇതാണ് ഞാൻ ഇയറിങ്സ് ആയിട്ട് ഇടുന്നത്. ജസ്റ്റ് ഒരു റിങ് പോലത്തേത്. നമ്മൾ റെഡിയായി ഗൈസ്, ഫുൾ റെഡി. നെക്സ്റ്റ് ക്യാമിയോ കീർത്തന. ഇപ്പോൾ ഞാൻ ഗീവ് അവേ തരാം. എനിക്കൊരു 1K അടിക്കുവാണെങ്കിൽ ഞാൻ റോസിനെ ഗീവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിച്ചില്ലല്ലേ? ഇപ്പൊ കാണിക്കാം. ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. നമ്മുടെ വണ്ടിയൊക്കെ ഭയങ്കര അടിപൊളിയാതാ കേട്ടെ. ഞങ്ങൾ പോകുന്ന ബസ് അത് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സ് അടിപൊളിയായിട്ട് ബുക്ക് ചെയ്തേക്കുന്നതെന്നാണ് കേട്ടത്. എന്തൊക്കെയോ കുറേ സർപ്രൈസസ് ഒക്കെ ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാം, വരുന്നുണ്ട്. ഇപ്പം ചെല്ലുമ്പോഴാണ് കേട്ടത്. എല്ലാ വീഡിയോയും എടുക്കാനുള്ള ചാർജ് ആൻഡ് സ്റ്റോറേജ് എൻ്റെ ഫോണിലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഐവി തുടങ്ങുകയാണ്.
വണ്ടി നല്ല അടിപൊളി എൻട്രി സീനായിരുന്നു guys. ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഇനി എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഇനിയാണ് മെയിൻ സർപ്രൈസസ് വരുന്നത്. സർപ്രൈസ് മനോഗതം ഭവാൻ അറിഞ്ഞേ. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ കണ്ട് അപ്പം കൊള്ളാം. നിറയുമേവം ധന്യമായി സുമസായക നിലയം മാനസം മനോഗതം ഭവാൻ അറിഞ്ഞേ. ഫോൺ അടച്ച് കേട്ടോ. ഫോൺ കയറ്റാൻ പറ്റത്തില്ല. സോ നമ്മൾ ബസ്സിൽ വെച്ചിട്ടാണ്